കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന്, ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് LVDT കോയിലുകൾ ടെസ്റ്റ് ചെയ്യുന്നത്. 2, CRO ഉപയോഗിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജുകൾ അളക്കാൻ. അതിനു പുറമെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് LVDT ഉപയോഗിച്ച് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ അളക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നു. പ്രൊസീജിയർ ടാസ്ക് 1. ഇൻഡിക്കേറ്ററിനൊപ്പം LVDT ഉപയോഗിച്ച് ഡിസ്പ്ലേസ്മെന്റ് അളക്കുന്നത്. സ്റ്റെപ്പ് 1. LVDT കോയിലുകൾ LVDT സിഗ്നൽ കണ്ടീഷണറിലേക്കോ ഇൻഡിക്കേറ്റർ ട്രെയിനർ കിറ്റിലേക്കോ കണക്ട് ചെയ്യുക. LVDTക്കുള്ള സിഗ്നൽ കണ്ടീഷണറുകൾക്ക് സാധാരണയായി ട്രെയിനർ കിറ്റിലെ എക്സിറ്റേഷൻ വോൾട്ടേജ് ഇൻപുട്ട്, ഗ്രൗണ്ട്, ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട്, സിഗ്നൽ എന്നിവയ്ക്കായി ലേബൽ ചെയ്ത ടെർമിനലുകളോ കണക്ടറുകളോ ഉണ്ട്. സ്റ്റെപ്പ് 2. LVDTയുടെ സെന്ററിൽ കോർ പൊസിഷൻ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ സ്കെയിലിൽ 0 പൊസിഷൻ. കൈകൊണ്ട് സെന്റർ പൊസിഷനിലേക്ക് കോർ സാവധാനം നീക്കുക. ഇത് LVDTയെ നശിപ്പിക്കുകയോ കാലിബ്രേഷനെ ബാധിക്കുകയോ ചെയ്തേക്കാവുന്നതിനാൽ പുഷ് ചെയ്യുകയോ അമിതമായി പ്രഷർ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റെപ്പ് 3. 0 നോബ് അഡ്ജസ്റ്റ് ചെയ്ത് ഡിസ്പ്ലേ 0 ആക്കുക. LVDT ട്രെയിനർ കിറ്റിലെ 0 അഡ്ജസ്റ്റ്മെന്റ് നിയന്ത്രണങ്ങളോ നോബുകളോ തിരിച്ചറിയുക. ഡിസ്പ്ലേയിൽ 0 റീഡിംഗ് വരുന്നതുവരെ LVDT ഔട്ട്പുട്ട് സിഗ്നൽ അഡ്ജസ്റ്റ് ചെയ്യാൻ 0 അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉപയോഗിക്കുക. ഓവർ കോമ്പോസിഷനോ തെറ്റായ അലൈൻമെന്റോ ഒഴിവാക്കാൻ നോബ് സാവധാനത്തിലും ശ്രദ്ധാപൂർവവും തിരിക്കുക. 0 നോബ് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം കോറിന്റെ ഇൻപുട്ട് ഡിസ്പ്ലേസ്മെന്റോ മൂവ്മെന്റോ അല്ലെങ്കിൽ ഡിസ്പ്ലേ 0 ആയി റീഡ് ചെയ്യുന്നോ എന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 4. LVDTയുടെ കോർ 5 മില്ലിമീറ്ററിൽ വർദ്ധിപ്പിച്ച് മുന്നോട്ട് നീക്കുക. നിങ്ങൾ മൊത്തം 20 മില്ലിമീറ്റർ ഡിസ്പ്ലേസ്മെന്റിൽ എത്തുന്നതുവരെ 5 mm ഇൻക്രിമെന്റിൽ LVDT കോർ മുന്നോട്ട് നീക്കുന്നത് തുടരുക. ഓരോ 5 mm ഇൻക്രിമെന്റിനും ശേഷം LVDT ട്രെയിനർ കിറ്റിൽ ഡിസ്പ്ലേസ്മെന്റ് ഔട്ട്പുട്ട് റീഡിംഗ് രേഖപ്പെടുത്തുക. ഈ റീഡിംഗ് അതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് LVDT കോറിന്റെ ഡിസ്പ്ലേസ്മെന്റുമായി മാച്ച് ചെയ്യുക. LVDT കോർ മുന്നോട്ട് നീങ്ങുമ്പോൾ, അതായത് സ്റ്റാർട്ടിംഗ് 0 പൊസിഷനിൽ നിന്ന്, ഔട്ട്പുട്ട് സിഗ്നൽ സാധാരണയായി ആനുപാതികമായി വർദ്ധിക്കുന്നു. കോർ 0 പൊസിഷനിൽ നിന്ന് മാറുമ്പോൾ LVDT ട്രെയിനർ കിറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ സിഗ്നൽ സാധാരണയായി ഉയരും. സ്റ്റെപ്പ് 5. LVDTയിലെ കോർ സെന്റർ പൊസിഷനിലേക്ക് തിരികെ കൊണ്ടുവരിക. സ്റ്റെപ്പ് 6. LVDT കോർ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് വർദ്ധിപ്പിച്ച് നീക്കുക. ഓരോ തവണയും 5 mm പിന്നോട്ട് പോകുക. ഓരോ തവണയും 5 മില്ലിമീറ്ററോളം പിന്നിലേക്ക് ചുവടുവയ്ക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് LVDT കോർ വർദ്ധിപ്പിച്ച് നീക്കുക. ഓരോ 5 mm ഡിക്രിമെന്റിനും ശേഷം LVDT ട്രെയിനർ കിറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഔട്ട്പുട്ട് റീഡിംഗ് രേഖപ്പെടുത്തുക. നിങ്ങൾ -20 മില്ലിമീറ്ററിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 20 മില്ലിമീറ്ററിന്റെ ഡിസ്പ്ലേസ്മെന്റ് സൂചിപ്പിക്കുന്നത്, എത്തുന്നതുവരെ 5 mm ഇൻക്രിമെന്റുകളിൽ LVDT കോർ റിവേഴ്സിൽ നീക്കുന്നത് തുടരുക. സ്റ്റെപ്പ് 7. കോർ ഡിസ്പ്ലേസ്മെന്റിന്റെ ഓരോ 5 mm ഡിക്രിമെന്റിനും അനുയോജ്യമായ ഔട്ട്പുട്ട് റീഡിംഗുകൾ രേഖപ്പെടുത്തുക. വിപരീതമായി LVDT കോർ പിന്നിലേക്ക് നീക്കുമ്പോൾ, അതായത് സ്റ്റാർട്ടിംഗ് 0 പൊസിഷനിലേക്ക്, ഔട്ട്പുട്ട് സിഗ്നൽ സാധാരണയായി ആനുപാതികമായി കുറയുന്നു. കോർ 0 പൊസിഷനിൽ നിന്ന് മാറുമ്പോൾ LVDT ട്രെയിനർ കിറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ സിഗ്നൽ കുറയും. റീക്യാപ്പ്: ഈ വീഡിയോയിൽ ഒരു ഇൻഡിക്കേറ്റർ ഉള്ള LVDT ഉപയോഗിച്ച് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ അളക്കാമെന്ന് നമ്മൾ ചർച്ച ചെയ്തു.